50 to 60 lakhs ബഡ്ജറ്റിന് അതുള്ളൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ പറയും. ബാക്കി 40 lakhs വെച്ചിട്ട് ഞാൻ പറയും വേറൊരു പ്ലോട്ട് മേടിക്കുക. 1 കോടി രൂപയായിട്ട് ഞാനിപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്കൊരു ലക്ഷറി ഹോം അല്ല വേണ്ടത്, എനിക്കൊരു നല്ലൊരു വീടാണ് വേണ്ടതെന്ന് പറയാണ്. അപ്പം നന്ദു എനിക്ക് തരുന്നൊരു 3 ഉപദേശം എന്തായിരിക്കും? ഓക്കെ, 1 കോടി രൂപയായിട്ട് വരുന്നു, മിനിമൽ ഹൗസ് ആണ് വേണ്ടത്. എനിക്ക് നല്ലൊരു വീടാണ്, ലക്ഷറി ഒരു 4 ബെഡ്റൂം വേണം. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 50 lakhsനുള്ളിൽ അതിലൊരു 50 lakhs ബഡ്ജറ്റിന് 50 to 60 lakhs ബഡ്ജറ്റിന് അതുള്ളൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ പറയും. ബാക്കി 40 lakhsനകത്ത് എന്ന് വെച്ചാൽ ഞാൻ ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പ് എല്ലാം കൊണ്ട് 60 lakhs ബഡ്ജറ്റ് ചെയ്യാം. ബാക്കി 40 lakhs വെച്ചിട്ട് ഞാൻ പറയും വേറൊരു പ്ലോട്ട് മേടിക്കുക, വേറൊരു വസ്തു മേടിക്കുക. അപ്പോൾ വസ്തു മേടിക്കുക എന്ന് വെച്ചാൽ വസ്തു ഒരു 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ പറയും. 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന വസ്തു ഇപ്പോൾ സെൻറ്റിന് 10 സെൻറ്റ് സ്ഥലം 2 ലക്ഷം രൂപ വെച്ചിട്ടുള്ള 10 സെൻറ്റ് സ്ഥലം 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപയ്ക്ക്. പിന്നെ ഇപ്പൊ കൊച്ചിയിൽ തന്നെ നോക്കണമെന്നില്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ. അതിനകത്ത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു 4 വീട് എന്നെ കൊണ്ട് പണിയിക്കാൻ പറയും, ബാക്കി 20 ലക്ഷം രൂപയ്ക്ക്. അതെ അതെ, അപ്പോഴത്തേക്ക് 10 സെന്റ് സ്ഥലം അത് ഞാൻ തന്നെ പ്ലോട്ട് തിരിച്ച് ഞാൻ തന്നെ വീട് പണിയാകുമ്പോൾ എനിക്കൊരു വർക്കും ആവും. എന്നിട്ട് അതിനെ ഒരു 3-4 ലക്ഷം രൂപ പ്രോഫിറ്റ് ഇട്ടിട്ട് ഞാൻ വിറ്റും തരാം. ടൈം സ്പാൻ ഓഫ് 6 to 8 months.